ഹലോ, ഇന്ന് നമുക്ക് ദഹി വട ഉണ്ടാക്കിയാലോ? ദഹി അല്ലെങ്കിൽ ഇതിന് ദഹി ബല്ല എന്നും പറയും നോർത്ത് സൈഡിലൊക്കെ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ. ഇതിന് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് 2 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്ത് ഒരു 6 മണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഉഴുന്ന് വടയുടെ കൺസിസ്റ്റൻസിയെക്കാട്ടി കുറച്ചും കൂടി ലിക്വിഡ് ചെയ്യുക, പക്ഷേ ഒരുപാട് ലിക്വിഡ് ആവരുത് ഇത്. അപ്പോൾ അതിനെ നല്ലപോലെ അരച്ചെടുത്തിട്ട് അതിനെ നല്ലപോലെ ഒരേ സൈഡിൽ ഒരേ ഡയറക്ഷനിൽ നല്ലപോലെ ഒരു 5-10 മിനിറ്റ്സ് നമുക്കതിനെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ സ്പൂൺ ഇട്ടിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്കത് നല്ലപോലെ ബീറ്റ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ എയർ ഫോം ആവും അതിനകത്ത്. അപ്പോൾ ഈ ബാറ്റർ റെഡി ആയോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്? കുറച്ച് ബൗളിനകത്ത് വെള്ളം എടുത്തിട്ട് വെള്ളത്തിനകത്തോട്ട് ഇത് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ഫ്ലോട്ട് ആവുകയാണെങ്കിൽ നമ്മുടെ ബാറ്റർ റെഡി ആയെന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാല ഇടാം. പച്ചമുളകും ഉപ്പും കുറച്ച് ജീരകം, പിന്നെ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ്, പിന്നെ സവോള, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില വേണമെങ്കിലും ഇടാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മേളിൽ നിന്ന് ഗോൾഡൻ ബ്രൗൺ ആവുകയും ചെയ്യും, ഉള്ളിൽ നല്ലപോലെ വേവുകയും ചെയ്യും. അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്യണം. അപ്പം നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുത്ത പ്രോസസ്സ് തുടങ്ങാം. അപ്പോൾ ദഹി വട ഉണ്ടാക്കാൻ വേണ്ടി ഇത് നമുക്ക് ഈ സ്റ്റേജിൽ ഇങ്ങനെയും കഴിക്കാം, പക്ഷേ ദഹി വട ഉണ്ടാക്കാൻ കുറച്ചും കൂടെ പ്രോസസ്സ് ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ബൗളിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും ഒരു പിഞ്ച് കായോ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത വടയില്ലേ, ഇത് അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊരു 10-15 മിനിറ്റ്സ് അതിനെ അടച്ചു വെക്കാം. അപ്പോൾ ഈ വെള്ളം ആ വട നല്ലപോലെ സോക്ക് ചെയ്തിട്ട് കുറച്ച് ഡബിൾ ദ സൈസ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളത്തിന് നല്ലപോലെ സ്ക്വീസ് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്കിതിൻ്റെ അസംബ്ലിങ് തുടങ്ങാം. അപ്പോൾ നല്ലപോലെ അത് പൊട്ടാതിരിക്കണം. എന്താ പറയുന്നത്, കുറച്ച് പയ്യെ വേണം അത് സ്ക്വീസ് ചെയ്ത് ആ വെള്ളം കളയാൻ. അപ്പോൾ ഇനി നമുക്കതിൻ്റെ അസംബ്ലിങ് തുടങ്ങാം. അപ്പോൾ അസംബ്ലിങ്ങിൻ്റെ തൈരിനകത്ത് ആദ്യം കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ അത് വടയെല്ലാം വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് തൈര് ഒഴിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഗ്രീൻ ചട്നി എന്ന് വെച്ചാൽ മല്ലിയില, കുറച്ച് പുതിന ഇല, പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഉപ്പും കൂടി ഇട്ട് അരച്ചതാണ് നമ്മുടെ ഗ്രീൻ ചട്നി. കുറച്ച് നമ്മുടെ റെഡ് ചട്നി ഇത് ഡേറ്റ്സിൻ്റെ ഇംലിക്ക് എന്താ പറയുന്നത്, പുളി, ടാമറിഡ്, അതിൻ്റെ ചട്നിയാണ്. പിന്നെ കുറച്ച് ചില്ലി പൗഡറോ അല്ലെങ്കിൽ പെരി പെരി പൗഡറോ പിന്നെ ചാട്ട് മസാലയും കൂടി ഇട്ട് നമ്മുടെ ദഹി ബല്ല അല്ലെങ്കിൽ ദഹി വട റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്. നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ, ലൈക്ക്, കമൻറ്റ്, ഷെയർ. താങ്ക് യു.